ഒരു പുതിയ അടിപൊളി ട്രിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. സയൻസിലെ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ പറയാൻ പോകുന്ന ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ വൈറസുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസുകളെ പറ്റി, ആ ഡിസീസുകൾ എങ്ങനെയൊക്കെ ഓർത്തിരിക്കണം എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ തവണ നമ്മൾ ബാക്ടീരിയ എന്ന് പറയുന്ന ഓർഗാനിസം, ബാക്ടീരിയ നമുക്കറിയാം ഒരു പാത്തജനാണ്, രോഗാണുവാണ്. ആ ഒരു രോഗാണു കാരണം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഡിസീസുകളെ പഠിക്കാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ബാക്ടീരിയ എന്ന് പറയുന്ന രോഗാണു മൂലം ഉണ്ടാവുന്ന ഈ പറഞ്ഞ ഡിസീസുകൾ എന്ന് പറയുന്നത്. സോ നമുക്ക് രോഗങ്ങളിലേക്ക് പോകാം. 3 പ്രധാനപ്പെട്ട രോഗങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെറ്റനസ്, ടൈഫോയിഡ് ആൻഡ് ട്യൂബർകുലോസിസ്. ഏതൊക്കെയാണ്? ടെറ്റനസ്, ടൈഫോയിഡ് ആൻഡ് ട്യൂബർകുലോസിസ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 പേരുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ടെറ്റനസ്, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ് 3ഉം ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? ടി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിലാണ് ഈ 3 പേരുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. സോ അതിലൂടെ നമുക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ബാക്ടീരിയ എന്ന് പറയുന്ന ഓർഗാനിസമാണ്, അല്ലെ? ബാക്ടീരിയ എന്ന് പറയുന്ന ഓർഗാനിസമാണ്. സോ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ, BACTERIA എന്നാണ് ആ ഒരു പേര് നമ്മൾ എഴുതുമ്പോൾ വരുന്നത്. അപ്പോൾ ബാക്ടീരിയ എന്ന് എഴുതുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ബാഡ് എന്ന് പറയുന്നത്. ബാഡ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മോശം അല്ലെങ്കിൽ തെറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. സോ തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ, അതുപോലെ തന്നെ ആ മലയാളം നമ്മൾ ഇംഗ്ലീഷിലാക്കി ഒരു വാട്സപ്പ് ലാംഗ്വേജിലാക്കി മാറ്റുമ്പോൾ തെറ്റ് എന്ന് നമ്മൾ എഴുതും, അല്ലെ? സോ തെറ്റ് ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടി വെച്ച് 3 രോഗങ്ങൾ, ടെറ്റനസ്, ടൈഫോയിഡ് ആൻഡ് ട്യൂബർകുലോസിസ്. ഇത് 3ഉം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഇനി തെറ്റ് അല്ലെങ്കിൽ ബാഡ് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം കണക്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഈ ബാഡ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കുമായിട്ടാണ് കണക്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. അടുത്തതായിട്ട് വൂപ്പിംഗ് കഫ് എന്ന് പറയുന്ന മലയാളത്തിൽ നമ്മൾ വില്ലൻ ചുമ എന്ന് പറയും. വില്ലൻ ചുമ. സോ വില്ലൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു ഹീറോ ഉണ്ടാവും, വില്ലനും ഉണ്ടാവും. വില്ലൻ എന്ന് പറയുന്നത് എപ്പോഴും മോശം സൈഡാണ്, ബാഡ് സൈഡാണ്, അല്ലെ? അപ്പൊ വില്ലൻ ചുമ, ബാഡ്, ബാക്ടീരിയ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. സോ വൂപ്പിംഗ് കഫ് മലയാളം ഓർത്തിരിക്കുക, വില്ലൻ ചുമ എന്ന. വൂപ്പിംഗ് കഫ് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇനി അടുത്തായിട്ട് വില്ലൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ചിത്രം കാണാം. ഒരു ടിപ്പിക്കൽ ഒരു സിനിമയിലെ വില്ലനെയാണ് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സൗത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റുകളിലെ വില്ലന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. നമ്മൾ ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് എന്ന് ആലോചിച്ച് വെക്കുക. ആന്ധ്രയിൽ നിന്നാണ് ഈ വില്ലൻ വരുന്നത്. മോശമാണ്, ആ വില്ലന്റെ ക്യാരക്ടർ മോശമാണ്. ആന്ധ്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കേണ്ട രോഗം എന്ന് പറയുന്നത് ആന്ത്രാക്സ് ആണ്. സോ ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗം ഇതുപോലെ തന്നെ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ്. ആന്ത്രാക്സ് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ്. ഇനി വില്ലനെ കണ്ടാൽ സിനിമയിലെ ഹീറോ എന്താ ചെയ്യുക? ഈ കോളറിൽ പിടിച്ച് ചുമരിൽ കയറ്റും എന്ന് പറയുമ്പോൾ കോളറ ഓർത്തിരിക്കുക. സോ ആന്ത്രാക്സ്, കോളറ. സോ 3 ടി: ടെറ്റനസ്, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്, വില്ലൻ ചുമ, വൂപ്പിംഗ് കഫ്, ആന്ത്രാക്സ്, അതുപോലെ തന്നെ കോളറ. ഇത്രയും രോഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫിഗറിലൂടെയാണ് ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഒരു സൈൻ കാണാം. അതായത് ഇവിടെ കളിക്കാൻ പാടില്ല, പ്ലേയിങ് പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സിഗ്നലാണ്, ഒരു സൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക എങ്ങനെയാണ്? ഗോണറിയ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ നോക്കുക. ഗോ നോ, അങ്ങോട്ട് പോകരുത്. ഈ ഒരു സിമ്പിളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെ? ഗോ നോ. എങ്ങോട്ട് പോകരുത്? ന്യൂ ആയിട്ട്, പുതുതായിട്ട്, ന്യൂ ആയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് കണ്ടാൽ, പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ പ്ലേഗിലേക്ക് കണക്ട് ചെയ്യണം. പ്ലേ ഗ്രൗണ്ട് കണ്ടാൽ, ന്യൂ ആയിട്ട് പ്ലേ ഗ്രൗണ്ട് കണ്ടാൽ അവിടേക്ക് പോകരുത്. ഗോ നോ. ഓക്കെ, ഗോ നോ. എന്താണ് കാരണം? അവിടെ സേഫ് അല്ല എന്ന് പറയുമ്പോൾ സിഫിലിസ്. കാരണം എന്താ? അവിടെ ലിയോപാർഡ് വരും, പുള്ളി വരാൻ ചാൻസ് ഉണ്ട്. ലെപ്പാർഡ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സേഫ് അല്ല. അപ്പോൾ പുതുതായിട്ടൊരു പ്ലേ ഗ്രൗണ്ട് കണ്ടാൽ അങ്ങോട്ടേക്ക് പോകരുത്, അവിടെ സേഫ് അല്ല, പുള്ളി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലെപ്രസി എന്ന് പറയുന്ന രോഗത്തിലേക്ക് കണക്ട് ചെയ്യണം. ലെപ്രസി എന്ന് പറയുമ്പോൾ നമ്മൾ കുഷ്ഠരോഗം, ഇതിനെയാണ് ഹാൻസൻസ് ഡിസീസ് എന്നും വിളിക്കുന്നത്. ഹാൻസൻസ്
ഡിസീസ് എന്നുള്ള പേരിലും അറിയപ്പെടുന്ന ലെപ്രസിയാണ്. സോ ഇത്രയും രോഗങ്ങൾ നമുക്ക് ബാക്ടീരിയ, ഇതൊക്കെ ബാഡാണ്, അങ്ങോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. പുതുതായിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് കണ്ടാൽ അങ്ങോട്ട് പോകരുത്, അവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്, പുള്ളി വരാൻ ചാൻസ് ഉണ്ട്. ഒരു ബാഡ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക, ഇതൊക്കെ ബാക്ടീരിയ ആണ്. സോ ഗൊണോറിയ, ന്യൂമോണിയ, പ്ലാഗ്, സിഫിലിസ്, ലെപ്രസി. ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആന്ത്രാക്സ്, കോളറ, വൂപ്പിംഗ് കഫ്, അതിൻ്റെ കൂടെ ടെറ്റനസ്, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്. ഇത്രയും രോഗങ്ങൾ ഒറ്റയടിക്ക്, ഇത്രയും രോഗങ്ങൾ നമ്മൾ ബാഡ് എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്, ബാഡിലൂടെ ബാക്ടീരിയയിലേക്ക്. സോ ഇത്രയും രോഗങ്ങൾ ഒരൊറ്റയടിക്ക് തന്നെ നമുക്ക് സെറ്റാക്കി വെക്കാം. ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. ഓൾറെഡി നമ്മൾ വൈറസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കുക. സോ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട്, പുതിയ ട്രിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.